ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏത് ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് എടുക്കാറുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല CPM. ED തയ്യാറാക്കിയത് കുറ്റപത്രമല്ല, രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്നും A. വിജയരാഘവൻ. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കും. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും പരുതൂരിൽ. CPI ജന്മശതാബ്ദി ആഘോഷം തുടങ്ങി. തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം തലമുറകളുടെ സമ്മേളന വേദിയായി. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിലെ ഷട്ടറുകൾ ഇനിയും ഉയർത്തിയില്ല. മഴ ശക്തമാകുമ്പോഴും ഷട്ടറുകൾ ഉയർത്താത്തത് തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന് ആശങ്ക. തീരവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. ഏതു ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് എടുക്കാറുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല CPM എന്നും A. വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ CPM തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. വിജയരാഘവൻ. EDയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് കുറ്റപത്രമെന്ന് വിജയരാഘവൻ പറഞ്ഞു. ഏത് ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് എടുക്കാറുണ്ട്. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ലിത്. EDക്കെതിരെ സുപ്രീം കോടതി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യമാണുള്ളത്. ED 1000 കേസ് ചാർജ് ചെയ്താൽ 7 കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. ED തയ്യാറാക്കിയത് കുറ്റപത്രമല്ലെന്നും രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ഇപ്പൊ കണ്ടിട്ടാണ് ഈ കേരള സംസ്ഥാനം അന്തംവിട്ട് നിൽക്കുന്നത്. രാധാകൃഷ്ണന്റെ കള്ളപ്പണം, രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുക ED. മനസ്സിലായോ? ലോകാവസാനം വരെ എണ്ണിയാലും ഒരു ഉറുപ്പിക പോലും ആ എണ്ണയിൽ നിന്ന് എണ്ണിയെടുക്കാൻ ഉണ്ടാവില്ല എന്ന് കേരളത്തിനറിയില്ലേ? ഈ കേരളത്തിനറിയില്ലേ? ഒരു കളവ് പറയുമ്പോൾ അതിനൊരു മാന്യത വേണം. ഇതിനൊക്കെ വെള്ളം കൂട്ടാതെ വിഴുങ്ങാനുള്ള കളവുകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതി പോകരുത്. എന്തായി കളിച്ചത്? രാധാകൃഷ്ണൻ വിളിച്ചു വരുത്തല്ലോ. എനിക്ക് അപ്പം തന്നെ തോന്നിയിട്ടുണ്ട്, ഈ വിളിച്ചു വരുത്തല് വിളിക്കുക, ഇരിക്കുക, കേസിലേക്ക് ചേർക്കുക, അതിനുവേണ്ടി അവസാനത്തെ ഇല്ല. ഇതിനൊക്കെ എല്ലാവരും വിളിച്ച് തീർന്നു. അപ്പം ഞാൻ അവസാനത്തെ കൂടി ഒരാളെ കൂടി വേണം, ഒരാളെ കൂടി ചേർക്കണം. അത് തിരക്കഥയാണ്. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ED തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. K. രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ED പറയുന്നത്. ലോകാവസാനം വരെ എണ്ണിയാലും ഇത് തീരില്ലെന്നും A. വിജയരാഘവൻ പരിഹസിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്താകെ ഈ മാതൃക വ്യാപിപ്പിക്കുന്നതിനായി ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര തൃത്താലയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ 4 ഇരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി തുടർന്ന് എന്ത് എന്നതുകൂടി നമ്മൾ നിശ്ചയിക്കണം. ഇത്രയൊക്കെ ചെയ്തു സന്തോഷമായി, ഇനിയൊന്നും ചെയ്യേണ്ടതെന്നുള്ളതല്ല, ഇതിനടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. അതില് എനിക്ക് തോന്നുന്നു നമ്മൾ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടെ പറയേണ്ടതുണ്ട്. ഇതുവരെ ഇത് പ്രധാനമായിട്ടും നടന്നത് ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയായിട്ടാണ്. അത് പോരാ, ജനകീയമായിട്ടും മാറണം. കുറച്ചൊക്കെ മാറ്റമുണ്ട്, പക്ഷെ വേണ്ടത്ര വന്നില്ല. ഇതിന്റെ സാധ്യത ഇതൊന്നുമല്ല. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കൂടി രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഇതിന്റെ 4 ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കിണർ റീചാർജിങ്, അതുപോലെ തന്നെ പുരപ്പുറ റീചാർജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ സുസ്ഥിര തൃത്താല വികസന വീഡിയോ മന്ത്രി പ്രകാശനം ചെയ്തു.
പരുതൂർ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി എം സക്കറിയ, വി വി ബാലചന്ദ്രൻ, ടി സുഹറ, വിജേഷ് കുട്ടൻ, പി കെ ജയ, പി ബാലൻ, ഷറഫുദ്ദീൻ കളത്തിൽ, കെ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാനിബ ടീച്ചർ, കമ്മുകുട്ടി ഇടത്തോൾ, ബ്ലോക്ക് മെമ്പർ ഷൈമ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ പി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി സ്വാഗതവും ഡി പി ഒ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ഭാരതപ്പുഴയിലെ ഷട്ടറുകൾ തുറക്കാത്തതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. അടിയന്തരമായി ഷട്ടറുകൾ തുറക്കണമെന്ന് ചെറുതുരുത്തിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എ ജോസഫ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. എന്നാൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചു. ഇതോടെ തടയണയുടെ ഷട്ടറുകൾ മുൻകൂട്ടി തുറന്നു വയ്ക്കാമായിരുന്നു. വെള്ളം കുത്തിയൊലിച്ചു വരുന്ന നിലയിലാണ്. ഇതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന അറിയിപ്പുകളുടെ സാഹചര്യത്തിൽ തടയണയുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടണമായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. മുൻ വർഷങ്ങളിൽ മഴ ശക്തമാകുന്നതിന് മുൻപ് തടയണയുടെ ഷട്ടറുകൾ തുറന്നിരുന്നു. 2018 പ്രളയത്തിൽ തടയണ ദിവസങ്ങൾക്ക് മുമ്പ് തുറന്നത് വലിയ തോതിൽ പെട്ടെന്ന് കരയിലേക്ക് വെള്ളം കയറുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ തടയണ തുറക്കുന്നതിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടായത്. ഒഴുക്കു ശക്തമായതിനാൽ പുഴയിൽ ഇറങ്ങുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും പ്രത്യേകിച്ച് വലയുമായി മീൻ പിടിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അധികൃതരുടെ പ്രവൃത്തി തീരെ ശരിയായില്ലെന്നും അടിയന്തരമായി ഷട്ടർ തുറക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ എ ജോസഫ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. അതായത് കേരളത്തിൽ മൊത്തത്തിൽ ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കൂടി ഈ മഴ നീണ്ടു നിൽക്കും ചുരുങ്ങിയതെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 3 ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴ ഇരു കരകളും കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ കൂടുതൽ വെള്ളം വന്ന് ഇരു കരയിൽ താമസിക്കുന്ന ആളുകളുടെ വീടിനും ജീവനും ഭീഷണിയാണ്. ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇന്നേ വരെ ഷൊർണൂർ, ചെറുതുരുത്തി, ചെക്ക് ഡാം, തടയണ അതിൻ്റെ ഒരൊറ്റ ഇതുപോലും തുറന്നു വെച്ചിട്ടില്ല. അത് തുറന്നു വെച്ച് കുറച്ച് വെള്ളം ഒഴിവാക്കിയില്ലെങ്കിൽ ഭാരതപ്പുഴയുടെ ഇരു കരയിലുമുള്ള ആളുകളുടെ വീടുകൾക്കും ജീവനും ആപത്തുണ്ടാവും. അക്കാര്യത്തിൽ ബന്ധപ്പെട്ട ശ്രദ്ധ വേണമെന്നും ചെക്ക് ഡാം തുറന്നു വയ്ക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPI ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമത്തിൻ്റെയും ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. CPI നേതാക്കളായ KP രാജേന്ദ്രൻ, മന്ത്രി കെ രാജൻ, VS സുനിൽകുമാർ, CN ജയദേവൻ, രാജാജി മാത്യു തോമസ്, AK ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 44 വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സൗമ്യ രഞ്ജിത്ത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട്ടിലെത്തിച്ച് ബിരിയാണി നൽകി. 10ാം ക്ലാസ്സിലെ വിജയം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇത് മധുരമുള്ള ഒരു ഓർമ്മയായി. സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാകുകയാണെങ്കിൽ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണവും കളികളുമായി കൂടാമെന്ന് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം SSLC റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സായി. എല്ലാവർക്കും സമ്മാനവുമായി വീട്ടിലെത്തി. ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിച്ചു. കളികളും പാട്ടുകളും കഥകളും ഒപ്പം മറ്റു പലഹാരങ്ങളും അവർക്ക് നൽകി. അവർ പറഞ്ഞ ബിരിയാണി നൽകുകയും ചെയ്തു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപികയായ സൗമ്യ രഞ്ജിത്താണ് വ്യത്യസ്തമായ മാതൃകയായത്. ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ്, നാലും ഒന്നുകൂടി പറയുകയാണ്. നല്ല ക്ലാസ് ആയിരുന്നു. മറ്റു കുട്ടികളെ പോലെ അങ്ങനെ കൂടുതൽ വികൃതിത്തരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അനുസരിച്ചായിരുന്നു. ഒരു അനുസരണശീല ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാണോ ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ അനുസരിച്ചിരുന്നു. അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള സ്നേഹം, അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചല്ലോ. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഒരുവിധം 2-3 പേര് വെച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിലും ഇതിൽ പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം.
3 വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടുന്നതിന് ഇതുപോലെ ഒരു അവസരമൊരുക്കിയ ടീച്ചറോട് കുട്ടികൾ നന്ദി അറിയിച്ചു. താൻ ക്ലാസ് ടീച്ചറായ ക്ലാസ്സിലെ 44 കുട്ടികളും തൻ്റെ സ്വന്തം കുട്ടിയെപ്പോലെയാണെന്നും ഇവർക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കുന്നതിനും ഒപ്പം നിൽക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ടെന്നും സൗമ്യ ടീച്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന അധ്യയന വർഷത്തിൽ ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഓരോ സ്കൂളുകൾക്കും വരേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് നിർണയിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ 13 ഇന പരിപാടികളാണ് ഈ ജ്യോതിസ് ഗുണമേന്മ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9 വർഷമായി നമ്മുടെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയിട്ട് പറഞ്ഞതുപോലെ തന്നെ 9 വർഷത്തിനുപ്പുറം നമ്മുടെ കേരളത്തിൽ നടന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുറന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. റിട്ടയർഡ് ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ KS വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിച്ച 4 അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ജ്യോതിസ് കോർഡിനേറ്റർ P. നാരായണൻ 2025-26 ജ്യോതിസ് പദ്ധതി അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, KT പുഷ്പലത, മെമ്പർമാരായ മുജിബുദ്ദീൻ, ദിവ്യ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. TP രജീഷ് സ്വാഗതവും ശോഭന ടീച്ചർ നന്ദിയും പറഞ്ഞു. സ്കൂൾ ഗ്രൂപ്പുകളുടെ ചർച്ച, പൊതുചർച്ച, അവതരണം എന്നിവയും നടന്നു. ജ്യോതിസ് കോർഡിനേറ്റർ K. രാജഗോപാലൻ മാസ്റ്റർ ക്രോഡീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വിദ്യാലയങ്ങൾക്കേറെ ഗുണകരമായെന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിലയിരുത്തൽ. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. 2015 തുടങ്ങിവച്ച ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വരുന്ന അധ്യയന വർഷത്തിൽ 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരംഭത്തിൽ P. നാരായണൻ മാസ്റ്റർ കോർഡിനേറ്ററായ പദ്ധതിക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചത് 2 ലക്ഷം രൂപയായിരുന്നു. പിന്നീടങ്ങോട്ട് തുക വർദ്ധിപ്പിച്ചു. ഇത്തവണ വിദ്യാലയങ്ങളിൽ നടത്തുന്ന 13 ഇനം പരിപാടികൾക്ക് 10 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. പഠനം മാത്രമല്ല, കുട്ടികളുടെ സർഗശേഷി വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന പദ്ധതി വിദ്യാലയങ്ങൾക്ക് ഏറെ പുരോഗമനമുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. വളരെയധികം ഗുണപരമായിട്ടാണ്. കാരണം എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വിദ്യാലയമാണ്. അതിൽ ഇപ്പോൾ കാണുന്ന ഈ പുരോഗതി സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിമിത്തമായത് ജ്യോതിസാണ്. ഓരോ വർഷവും ജ്യോതിസ് കുറച്ച് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം തരും. അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മൾ തന്നെ കൂടുതൽ പ്രവർത്തനം, ഒപ്പം നാട്ടുകാരും. കാരണം ജ്യോതിസിൻ്റെ ഓരോ പദ്ധതിക്കും നാട്ടുകാരെ കൂടി സ്കൂളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും കൂടി അതൊരു ശ്രമം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ ഉയർച്ചയും കലാകായികമായ ഉന്നമനവും ആണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായനോത്സവം, നവോത്ഥാന സംഗമം, ഇംഗ്ലീഷ് ഫെസ്റ്റ്, കായിക പരിശീലനം, ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി 15-16 ഇനം പദ്ധതികൾ LP, UP വിദ്യാലയങ്ങളിലായി ഓരോ വർഷവും നടത്തിവരാറുണ്ട്. കൂടാതെ അംഗൻവാടി, പ്രൈമറി കലോത്സവം നടത്താറുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ 40 അംഗൻവാടികളും 8 പ്രീ പ്രൈമറിയുമാണുള്ളത്. ചെറുപ്പത്തിൽ തന്നെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ ഇത്തരമൊരു പദ്ധതിയിലൂടെ കഴിയുന്നുണ്ടെന്ന് അംഗൻവാടി ടീച്ചർമാരും പറയുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ജ്യോതിസ് പരിപാടി അംഗൻവാടി കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം അവർക്ക് ആദ്യമായി അവരുടെ കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കിട്ടുക എന്നുള്ളത് ഈ സർഗോത്സവം പരിപാടിയിലാണ്. പുതിയ വർഷത്തിൽ വിദ്യാലയങ്ങളിൽ 13 ഇന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാര്യക്ഷമമായി ഇത് നടപ്പാക്കാൻ കഴിയുമെന്നും ഈ വർഷത്തെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥയായ ശോഭന ടീച്ചർ പറഞ്ഞു. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തനത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ ജ്യോതിസ് പദ്ധതി. ശ്രീ നാരായണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പദ്ധതിയുടെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്കൂളുകളിലും ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലാണ് നടത്തുന്നത്. 13 ഇന പരിപാടികളാണ് ഈ വർഷം നമ്മൾ ഇതിനായിട്ട് ഈ ജ്യോതിസ് പദ്ധതിയിലൂടെ നടത്തുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിലാണ് പദ്ധതി ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പദ്ധതി കൂടുതൽ വിജയകരമാകുമെന്ന വിലയിരുത്തലിലാണ് പഞ്ചായത്ത് ഭരണസമിതി. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പഞ്ചായത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഗണിത ഭാഷാ നൈപുണ്യ വികസന പദ്ധതിക്ക് തുടക്കം. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്നില്ല. SCRT വെച്ചിട്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്കൂളുകളെ വിഷ്വൽ എംപയർമെൻ്റ് എന്നും ഹിയറിംഗ് ഇമ്പയർമെൻ്റ് എന്നും രണ്ടായി തിരിച്ച് ആ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി അധ്യാപകർക്ക് സ്ഥാപനങ്ങൾ സൂചിപ്പിച്ചാണ്. കേരളത്തിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ അത്തരം വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ആകെ 40-ൽ താഴെ വിദ്യാലയങ്ങളേ ഉള്ളൂ കേരളത്തിലാകെ. അതുപോലെ തന്നെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് സമാനമായ നിലയിലുള്ള നമ്പറേ നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകളുള്ളൂ. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. പദ്ധതിയുടെ ഖനി ഗണിതം 1-ാം ഭാഗം വർക്ക്ഷീറ്റ് കെ പ്രേംകുമാർ MLA AEO C ശാന്തകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി ലത, കെ അബ്ദുൾ നാസർ, പി മായ, ഫൗസിയ ഹനീഫ, നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ടി ജയപ്രകാശ്, ഒറ്റപ്പാലം BRCയിലെ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു. LP UP വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭയുടെ വേറിട്ട പദ്ധതിയാണിത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം ഗണിതഭാഷാ നൈപുണ്യ വികസന പദ്ധതി നടപ്പാക്കുന്നത്. ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ LP UP സ്കൂളുകളിലും പദ്ധതി നടപ്പാക്കും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. വർക്ക്ഷീറ്റും പ്രത്യേക പരീക്ഷയും നൽകി. കോവിഡിന് ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നഗരസഭയുടെ മാതൃകാ പദ്ധതി. LP UP തലങ്ങളിൽ തന്നെ നിലവാരം മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഏത് ഭരണകൂടവും അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് എടുക്കാറുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല CPM. ED തയ്യാറാക്കിയത് കുറ്റപത്രമല്ല, രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയെന്നും A വിജയരാഘവൻ. സുസ്ഥിര തൃത്താലയെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കും. സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും പരുതൂരിൽ. CPI ജന്മശതാബ്ദി ആഘോഷം തുടങ്ങി. തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം തലമുറകളുടെ സമ്മേളന വേദിയായി. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിലെ ഷട്ടറുകൾ ഇനിയും ഉയർത്തിയില്ല. മഴ ശക്തമാകുമ്പോഴും ഷട്ടറുകൾ ഉയർത്താത്തത് തീരപ്രദേശങ്ങളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന് ആശങ്ക. തീരവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.